കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ഭാവിയിൽ ഒരു ഗേറ്റഡ് വില്ലയാകാൻ പോകുന്ന ഒരു വില്ല പ്രൊജക്റ്റ്. ഈ വില്ല പ്രൊജക്റ്റിലെ ഒരു 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അഞ്ച് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റ് ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് നാച്ചുറൽ സ്റ്റോൺസും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. വീടിന്റെ സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ട് ഇവിടെയായിട്ട് നല്ലൊരു ഗാർഡൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 12 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഗാർഡനും കാണാം. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 6 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി നൽകിയിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. കുടിവെള്ളത്തിനായി ഇവിടെ കോമൺ കിണറാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 8.5 അടിയിലേറെ നീളവും 5.5 അടി വീതിയുമുള്ള ഈ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് സ്പേസിലേക്ക് വരാം. ലിവിംഗ് സ്പേസിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു പാനലിംഗ് വർക്ക് കാണാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഡൈനിങ് സ്പേസിലേക്ക് വരാം. 11 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസ്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ വരുന്നു. ഇവിടെയായിട്ടാണ് അടുത്ത ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം.
സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി ജാളി വർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമുള്ള ഈ അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. ഇതാണ് ഓഫീസ് ടേബിൾ. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു പാസേജ് നൽകിയിട്ടുണ്ട്. പാസേജിൻ്റെ എൻഡിലായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. 15 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമുള്ള ഈ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വളരെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 27 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 16 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു വലിയ ബാൽക്കണിയാണ് ഈ വീടിന് ഉള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 3.5 കിലോമീറ്റർ, സെൻറ് ജോസഫ് സ്കൂളിലേക്ക് 3.5 കിലോമീറ്റർ, സെൻറ് മേരീസ് സ്കൂളിലേക്ക് 3.5 കിലോമീറ്റർ, സെൻറ് ആൻ്റണി സ്കൂളിലേക്ക് 4.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെന്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ലോൺ സൗകര്യത്തിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.